വിഴിഞ്ഞം തുറമുഖ ഉദ്ഘാടനത്തെ തുടർന്ന് തുടങ്ങിയ രാഷ്ട്രീയ നേതാക്കളുടെ വാക്പോര് തുടരുന്നു. നേരത്തെ സ്റ്റേജിൽ കയറിയിരുന്നതിൽ തന്നെ വിമർശിച്ച മന്ത്രി PA മുഹമ്മദ് റിയാസിന് മറുപടിയുമായി BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ രംഗത്തെത്തി. വിഴിഞ്ഞം പലരുടെയും ഉറക്കം കെടുത്തുമെന്ന പ്രധാനമന്ത്രിയുടെ പരാമർശത്തിൽ തെറ്റില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ പറഞ്ഞു. കേന്ദ്രവും സംസ്ഥാനവും തമ്മിലുള്ള അന്തർധാരയാണ് വിഴിഞ്ഞത്ത് നടന്നതെന്ന് UDF കൺവീനർ MM ഹസനും കുറ്റപ്പെടുത്തി. നേരത്തെ വേദിയിൽ കയറിയിരുന്ന പ്രവർത്തകർക്ക് മുദ്രാവാക്യം വിളിച്ചുകൊടുത്ത രാജീവ് ചന്ദ്രശേഖറിനെ മന്ത്രി PA മുഹമ്മദ് റിയാസ് ഇന്നലെ പരിഹസിച്ചിരുന്നു. അതിന് രാജീവ് ചന്ദ്രശേഖറിന്റെ മറുപടി ഇന്ന് വന്നു. ഇന്ത്യക്ക് വേണ്ടി ഒരു പ്രധാനമായ ഒരു പ്രോജക്റ്റ് ഇന്ന് ഉദ്ഘാടനം ചെയ്യുമ്പോൾ പ്രവർത്തകർ ഭാരത് മാതാ കി ജയ് എന്ന് പറയുമ്പോൾ ഞാനും ഭാരത് മാതാ കി ജയ് പറയുന്നു. ഇതെല്ലാം കാണുമ്പോൾ കമ്മ്യൂണിസ്റ്റ് രാജവംശത്തിന്റെ മരുമകന് വല്ലാതെ സങ്കടം. അപ്പോ ആ സങ്കടത്തിന്റെ എന്താണ് മരുന്ന്? അദ്ദേഹം ഒരു ഡോക്ടറെ പോയി കാണട്ടെ. പിണറായിയെയും തരൂരിനെയും ചൂണ്ടിക്കാട്ടി ഇന്ത്യ മുന്നണിയെ പരിഹസിച്ച് മോദി സംസാരിച്ചതിനെ ന്യായീകരിച്ചു MV ഗോവിന്ദൻ. അതായി മാത്രമല്ല, ഈ ലോകത്തിൽ ആരുമായിട്ട് സഹകരിക്കും? വികസന പ്രവർത്തനവുമായിട്ട് ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് വരുമ്പോൾ ഞങ്ങൾക്ക് ചങ്ങലയില്ലാതെ ജനങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ സാധിക്കുന്ന രീതിയിലുള്ള ഏതൊരു മൂലധന നിക്ഷേപത്തെയും CPIMന്റെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് ആണെങ്കിൽ പോലും സഹകരിച്ച് മുന്നോട്ടേക്ക് പോകും. കേന്ദ്രവും കേരളവും തമ്മിലുള്ള ഡീലാണ് വിഴിഞ്ഞത്ത് നടന്നതെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. അദാനിയും മോദിയും പിണറായിയും ഇവിടുത്തെ ഗവൺമെന്റും ഇവരെല്ലാം തമ്മിലുള്ള ഒരു അന്തർധാര കുറെ നാളായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്നലെ അതാണല്ലോ കണ്ടത്. പിൻവാതിലൂടെ വേദിയിൽ കയറിയ രാജീവ് ചന്ദ്രശേഖറിന്റെ അല്പത്തരം രാജ്യം ഇന്നലെ കണ്ടുവെന്ന് ദേശാഭിമാനി എഡിറ്റോറിയൽ എഴുതിയിട്ടുണ്ട്. റിപ്പോർട്ടർ, തിരുവനന്തപുരം.